ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ബീഫ് ബർഗർ എങ്ങനെയാണ് ചുട്ടെടുക്കാം, കനലിൽ ബീഫ് ബർഗർ ചുട്ടെടുക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബീഫാണ്. 1/2 kg ബീഫ്, 1/2 കിലോ ബീഫ് ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ സീസണിങ്ങിൽ നമുക്ക് ഇഷ്ടമുള്ള സീസണിങ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങളിവിടെ എടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പും മിക്സ് ചെയ്ത പൗഡറാണ്. ഏറ്റവും ആദ്യം നമുക്ക് ബീഫ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇത് ചോപ്പ് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം ചോപ്പ് ചെയ്യാൻ. നമുക്കൊരു പ്രത്യേക കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബീഫ് ബർഗർ ഉണ്ടാക്കി എടുക്കാനായിട്ട് കിട്ടേണ്ടത്. ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചോപ്പിംഗ് നിർത്താവുന്നതാണ്. അതിനുശേഷം ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുക. സീസണിങ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മളിവിടെ 4 ബർഗറാണ് 1/2 കിലോ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ 4ആയിട്ട് തിരിച്ച് 4 ചെറിയ ബോളുകളാക്കി ഈ ബീഫിനെ റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ഇതുപോലെ അതിനുശേഷം ഈ 4 ബോളുകളും നമ്മളൊരു വാക്സ് പേപ്പറിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്കിത് ബർഗറിൻ്റെ ആ ഒരു സ്റ്റൈലിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിക്കാവുന്നതാണ് ആ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഈ നടുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഗ്രില്ല് ചെയ്യുമ്പം ബർഗറിൻ്റെ ആ നടുക്കത്തെ ഭാഗം വീർത്തു വരാതിരിക്കാനായിട്ടാണ്. ഇനി നമ്മൾ വാക്സ് പേപ്പർ മടക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടെ മടക്കുക. ഇനി നമുക്ക് കനൽ സ്റ്റാർട്ട് ചെയ്യാം. കനലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ചൂടായി വരുമ്പോഴത്തേക്കിന് ഏകദേശം 1/2 മണിക്കൂർ എടുക്കും. ആ സമയം കൊണ്ട് ഈ ബീഫ് പാറ്റി കനലിൽ ചുട്ടെടുക്കാൻ റെഡിയാകുന്നതാണ്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ബർഗറിൻ്റെ പാറ്റീസ് വാക്സ് പേപ്പറിൽ നിന്ന് എടുക്കാം നമുക്ക്. അതിനുശേഷം ഈ ചൂടുള്ള ഗ്രില്ലിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇച്ചിരി എണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു. ഇത് ഇവിടെ പറ്റി പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മളിവിടെ എണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്തത്. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അധികം നേരം ഒന്നും കുക്ക് ടൈം വരത്തില്ല. ഏകദേശം 12 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാകുന്നതാണ്. കാരണം ഇത് തിന്നായിട്ടാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. നല്ല ചൂടുള്ള കനലായിരിക്കണം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്കി ബർഗർ ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ആദ്യം നമ്മളിതിൻ്റെ മുകളിൽ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ സവോളയൊന്ന് കുക്കാവുന്നതിനൊപ്പം ബീഫിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ ഈ സവോളയിലോട്ട് വരുന്നതാണ്. ഇവിടെ നമ്മൾ ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബണ്ണൊന്ന് പെട്ടെന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ആ ചൂടിൽ തന്നെ. ഈ സമയത്തിനുള്ളിൽ ചീസൊന്ന് മെൽറ്റ് ആവുകയും ചെയ്യും. അതുപോലെ സവോളയൊന്ന് ചെറുതായിട്ട് കുക്കാവുകയും ചെയ്യും. ഇനി നമുക്ക് ബർഗറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാം. ഈ കളർ കണ്ടാൽ അറിയാം ബർഗർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ടോപ്പിങ്സിനായിട്ട് നമ്മൾ എടുക്കുന്നത് ലെറ്റസ്, ഇല, അതുപോലെ തക്കാളി, അതുപോലെ നമുക്ക് സോസും എടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള സോസുകൾ ആഡ് ചെയ്യാം. നമ്മളിവിടെ കെച്ചപ്പും മയണൈസും എടുക്കുന്നുണ്ട്. ബർഗറിൻ്റെ മേളിലെ ബണ്ണൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബർഗർ ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മുറിച്ച് ഇതെങ്ങനെ ഉണ്ടായിരിക്കുമെന്നും കൂടി ഒന്ന് നോക്കാം. ഇത് നല്ല സൂപ്പർ ബർഗറായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് അടിക്കുക, അതുപോലെ കമൻ്റ് അടിക്കാനും മറക്കരുത്. എല്ലാവർക്കും വലിയൊരു നന്ദി.